UPA സർക്കാർ രാമക്ഷേത്ര വിഷയത്തെ പരിഹരിക്കാൻ ശ്രമിക്കാത്തത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 400 കോടി ജനങ്ങളുടെ ആഗ്രഹവും 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയുമാണ് രാമക്ഷേത്രം. അതേസമയം സനാതനധർമ്മം പരാമർശിക്കേണ്ടത് കോൺഗ്രസ് ചിന്തകളോട് ചേർത്താണെന്നും അവരാണ് സനാതനധർമ്മത്തെ എതിർക്കുന്നത്. DMK-യുമായി കൂട്ടുകൂടിയെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് കൊടുത്ത അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി ദുർഗാലക്ഷ്മി ചേരുകയാണ്. ദുർഗ, വിശദാംശങ്ങൾ. പ്രധാനമന്ത്രി ഇന്നലെ BJP പത്രിക സമർപ്പിച്ചതിന് ശേഷം ഇന്നൊരു സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിന് ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. രാമക്ഷേത്ര നിർമ്മാണത്തിനെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായി പറഞ്ഞത്. അതായത് രാമക്ഷേത്ര നിർമ്മാണം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചത് UPA സർക്കാരാണെന്നും BJP എന്നൊരു പാർട്ടി നിലവിൽ വരുന്നതിന് മുമ്പേ ഉണ്ടായ പ്രശ്നമാണ് രാമക്ഷേത്രം എന്നും, എന്നാൽ അത്രയും കാലം ഭരിച്ച UPA സർക്കാർ അത് പരിഹരിക്കാൻ ശ്രമിക്കാതെ അതിനെ മുതലെടുക്കാനാണ് ശ്രമിച്ചതെന്നും അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലോട്ട് മാറ്റാനാണ് അത് ശ്രമിച്ചതെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ രാമക്ഷേത്ര നിർമ്മാണം ഒരു ഭക്തനായാണ് താൻ നിർവഹിച്ചതെന്നും അതുപോലെ തന്നെ അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങളെല്ലാം നിർവഹിച്ചത് ഒരു പ്രധാനമന്ത്രി എന്നതിലുപരി ഒരു രാമഭക്തൻ മാത്രമായി ആണെന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതുപോലെ തന്നെ 400 വർഷത്തെ ഭാരതത്തിലെ ജനങ്ങളുടെ ആഗ്രഹവും 140 കോടി ജനങ്ങളുടെ പ്രത്യാശയുമാണ് രാമക്ഷേത്രം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സർക്കാരിന്റെ പണം തന്നെയാണ്. നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ദുർഗാലക്ഷ്മി.